ഹലോ, നമ്മളുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇതൊരു സ്പെഷ്യൽ വീഡിയോയും കൂടിയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയനാട് വള്ളിയൂർക്കാവിലാണ് കേട്ടോ. വള്ളിയൂർക്കാവ് ഉത്സവം വയനാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കേട്ടോ. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അപ്പം ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സാന്ദ്രയും കൂടിയാണ് കേട്ടോ അമ്പലത്തിൽ വന്നിട്ടുള്ളത്. സാന്ദ്ര എൻ്റെ ഫസ്റ്റ് അമ്പലം വിസിറ്റാണ്. സാന്ദ്ര അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിനുള്ള ക്യൂ നിന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മളെ കൂടെ പഠിച്ച കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടിരുന്നു കേട്ടോ. എല്ലാവരെയും കണ്ട് കുറച്ച് നേരം സംസാരിക്കാനും കൂടി ഇന്ന് പറ്റിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ബെസ്റ്റ് ഫ്രണ്ടായ സാന്ദ്രേൻ്റെ ഫസ്റ്റ് ടൈം അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് ഞാനാന്നുള്ളൊരു പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചോറിന് കറിയായിട്ടുള്ളത് ഇടിച്ചക്ക ഉപ്പേരിയും നല്ല അടിപൊളി മാങ്ങാച്ചാറുമാണ് കേട്ടോ. മാങ്ങാച്ചാർ എന്തൊരു ടേസ്റ്റാണെന്ന് ഇപ്പോഴും ആ മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് വായിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സാമ്പാർ വാങ്ങിയിട്ട് ഇരിക്കാൻ പോവുകയാണ് കേട്ടോ. ഹോളിൽ കുറേ പേരിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിന് നമ്മളെവിടെ സീറ്റ് നോക്കി നടക്കുകയാണ്. അപ്പോൾ കുറേ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു. അടിപൊളി പായസമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പായസവും കഴിച്ച് നമ്മൾ ചന്തയിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഉത്സവത്തിൻ്റെ ആദ്യത്തെ ആഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ തിരക്ക് കുറവാണ് കേട്ടോ. തിരക്കും കുറവാണ്, സ്റ്റാളുകളും കുറവാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലായിരിക്കും കേട്ടോ കൂടുതൽ സ്റ്റാളുകൾ വരുന്നത്. അപ്പോൾ കുറേ സ്റ്റാളുകൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പാനിപൂരി, ബജി അങ്ങനെയുള്ള കടകളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല കേട്ടോ. അതൊക്കെ രാത്രിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി വരികയാണ്. ഇവിടെ എല്ലാം വില കുറഞ്ഞ് കിട്ടും കേട്ടോ. 20 രൂപയും 40 രൂപയാണ് ഏതെടുത്താലും. അപ്പം നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ക്രാബ് വാങ്ങി, നെയിൽ പോളിഷ് വാങ്ങി, അങ്ങനെ കുറച്ച് സാന്ദ്രയും കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൂടുതൽ വാങ്ങിയത് ഫാൻസി ഐറ്റംസാണ്. പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്കൊന്ന് നടന്ന് കണ്ടേ. അങ്ങനെ ഞങ്ങൾ ചെടികളുടെ സെക്ഷനിലെത്തി. കുറേയധികം ചെടികളുണ്ട് കേട്ടോ. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും കുറേയധികം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് വാങ്ങിയത് 2 റോസ് ചെടികളാണ് കേട്ടോ. സാന്ദ്ര പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ചെടികൾ വാങ്ങിയത്. ഞാൻ ചെടികളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ചെടികൾ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയതാണ്. ഒടുക്കത്തെ വെയിൽ എന്ന് വെച്ചാൽ ഒടുക്കത്തെ വെയിലാണ്. സൂര്യൻ നമ്മളെ തലയ്ക്ക് മെയ്തെ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ചെടികൾ. വെയിലായതുകൊണ്ട് കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാ കുറ്റവും ഞങ്ങൾ സൂര്യൻ്റെ മേത്തിട്ടിട്ട് ഞങ്ങളിത് അടുത്ത് കണ്ടൊരു കൂൾ ബാറിൽ കയറിയിട്ടുണ്ട്. എന്തെങ്കിലും തണുത്തത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. അങ്ങനെ നമ്മളിതാ കയറി അവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മൾ ലൈമാണ് കേട്ടോ കുടിക്കുന്നത്. സാന്ദ്ര കുടിക്കുന്നത് ലൈം സോഡയും ഞാൻ കുടിക്കുന്നത് ലൈമുമാണേ. അങ്ങനെ ഇതാ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വർത്താനെല്ലാം പറഞ്ഞ് നമ്മൾ കുടിച്ചു. ഇനി എങ്ങനെ വീട്ടിൽ പോകും എന്നുള്ളൊരു ചിന്തയിലാണ്. ഈ നട്ടംപൊരി വെയിലത്ത് എങ്ങനെ പോകാനാണെന്നാണ് സാന്ദ്ര പറയുന്നത്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെയിലത്ത് എങ്ങനെ കണ്ടു കാണാതെ വീട്ടിൽ പോകുമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പം നമുക്കിനി അടുത്ത വ്ളോഗിൽ